വിദ്യാഭ്യാസ മന്ത്രി ഗവർണറെ അപമാനിച്ചെന്ന വാർത്താക്കുറിപ്പിറക്കി രാജ്ഭവൻ. വിദ്യാഭ്യാസ മന്ത്രി പ്രോട്ടോകോൾ ലംഘിച്ചുവെന്നും പരിപാടിക്കിടെ ഇറങ്ങിപ്പോയത് അറിയിച്ചില്ലെന്നും രാജ്ഭവൻ. മന്ത്രിയുടേത് തെറ്റായ കീഴ്വഴക്കമെന്നും രാജ്ഭവൻ അറിയിച്ചു. വിശദാംശങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു. സൂര്യ, നിലവിൽ സർക്കാർ ഗവർണർ പോര് ശക്തമായിരിക്കുകയാണല്ലേ? എന്താണ് വാർത്താക്കുറിപ്പിൽ പറയുന്നത്? വിശദാംശങ്ങൾ. തീർച്ചയായിട്ടും സർക്കാരുമായിട്ടുള്ളൊരു ത്തിലേക്കുള്ള നീക്കമാണ് ഗവർണർ നടത്തുന്നത് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം തുടർച്ചയായിട്ട് സർക്കാർ വിരുദ്ധ നിലപാടുകൾ, RSS അനുകൂല നിലപാടുകൾ രാജ്ഭവനിൽ നടപ്പിലാക്കാൻ പുതിയ ഗവർണർ ശ്രമിക്കുന്നു. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുകയാണ് രാജ്ഭവൻ. അതായത് രാവിലെ നടന്ന പരിപാടിയിൽ നിന്നും മന്ത്രി വി ശിവൻകുട്ടി ഇറങ്ങിപ്പോയതിനെ വിമർശിച്ചുകൊണ്ടാണ് രാജ്ഭവൻ ഈ വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. വിദ്യാഭ്യാസ മന്ത്രി പ്രോട്ടോകോൾ ലംഘിച്ചെന്നും ഗവർണറെ മന്ത്രി അപമാനിച്ചെന്നുമാണ് ഈ വാർത്താക്കുറിപ്പിൽ ആരോപിക്കുന്നത്. ഇന്ന് നടന്ന പരിപാടിക്കിടെ ഇറങ്ങിപ്പോയത്, അത് അറിയിക്കാതെയാണ് മന്ത്രി ഇറങ്ങിപ്പോയത്. മന്ത്രി ചെയ്തത് തെറ്റായ കീഴ്വഴക്കമാണെന്നാണ് ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ഗവർണർക്കെതിരെയും രാജ്ഭവനെതിരെയും അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് മന്ത്രി പരിപാടി ബഹിഷ്കരിച്ചിട്ടുണ്ടായിരുന്നത്. കാവിക്കൊടി ഏന്തിയ ഭാരതാംബ എന്ന് സൂചിപ്പിക്കുന്ന ചിത്രം രാജ്ഭവനിൽ തുടർച്ചയായിട്ട് ഉള്ള ഔദ്യോഗിക പരിപാടിയിൽ ഗവർണർ വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിലാണ് ആദ്യ വിവാദം ഉടലെടുക്കുന്നത്. അതിനുശേഷം ഔദ്യോഗിക പരിപാടിയിൽ ഇനി ഇത്തരത്തിലുള്ള ചിത്രമോ വിളക്കോ ഒന്നും തന്നെ ഉണ്ടാവില്ല എന്നുള്ളൊരു വിശദീകരണം രാജ്ഭവന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ വീണ്ടും ഒരു ഔദ്യോഗിക പരിപാടിയിൽ ഇത്തരത്തിലുള്ള ചിത്രം ഉണ്ടായത് എന്നുള്ളതാണ്. അതിൽ നിശിതമായിട്ട് വി ശിവൻകുട്ടി വിമർശിക്കുന്നുണ്ട്. ഗവർണറുടെ നിലപാട് ശരിയായില്ല, ഗവർണർ നടത്തിയത് ഭരണഘടനാ ലംഘനമാണ് എന്ന് കൃത്യമായിട്ട് മന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. മന്ത്രിക്കെതിരെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വാർത്താക്കുറിപ്പ് രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും തുടർച്ചയായിട്ട് RSS അനുകൂല തീരുമാനങ്ങൾ രാജ്ഭവനിൽ നടപ്പിലാക്കാൻ ഗവർണർ ശ്രമിക്കുന്നു എന്നത് ആരോപിച്ച് വലിയ വിമർശനങ്ങൾ പല കോണിൽ നിന്നും ഇപ്പോൾ തന്നെ ഉയരുന്നുണ്ട്. CPI കടുത്ത വിമർശനം വിഷയത്തിൽ ഗവർണർക്കെതിരെ ഉയർത്തി രംഗത്ത് വന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ യുവജന സംഘടനകൾ, പ്രത്യേകിച്ച് DYFI, SFI, ASF ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ വലിയ പ്രതിഷേധം രാജ്ഭവനിലേക്കടക്കം ഉയർത്തുകയും ഗവർണർക്കെതിരെ വിമർശനം ഉയർത്തുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഔദ്യോഗിക പരിപാടിയിൽ ഇനി ഇത്തരത്തിലുള്ള ചിത്രം ഉണ്ടാകില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇന്നിപ്പോൾ ഇത്തരത്തിലൊരു ഇടപെടൽ ഗവർണറുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ രാജ്ഭവന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഔദ്യോഗികമായിട്ട് രാജ്ഭവൻ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ഇത്തരത്തിലുള്ള സമീപനങ്ങൾ തന്നെയാണ് ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെങ്കിൽ കടുത്ത ഒരു പോരിലേക്ക് വീണ്ടും ഗവർണർ സർക്കാർ കടക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ എന്താണോ നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. വിദ്യാഭ്യാസ മന്ത്രി ഗവർണറെ അപമാനിച്ചെന്ന വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുകയാണ് രാജ്ഭവൻ. വിദ്യാഭ്യാസ മന്ത്രി പ്രോട്ടോകോൾ ലംഘിച്ചുവെന്നും പരിപാടിക്കിടെ ഇറങ്ങിപ്പോയത് അറിയിച്ചില്ലെന്നുമാണ് രാജ്ഭവൻ അറിയിച്ചത്. മന്ത്രിയുടേത് തെറ്റായ കീഴ്വഴക്കമെന്നും രാജ്ഭവൻ വാർത്താക്കുറിപ്പിൽ പറയുന്നു. സൂര്യഗായത്രിയാണ് വിശദാംശങ്ങൾ നൽകിയത്.